സ്തുതി ആരാധനയിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുകയാണ്. ഈ സമയങ്ങളിൽ പരിശുദ്ധ ത്രിത്വത്തെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്താം. ഈ സ്തുതി ആരാധനയിൽ നമ്മളെ സഹായിക്കുന്നത് ശാലോം ശുശ്രൂഷകനായ ജിനോബി ജോസാണ്. അദ്ദേഹത്തോട് ചേർന്ന് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഇത് അനുഗ്രഹത്തിൻ്റെ രാത്രിയാണ്. ഇത് അത്ഭുതങ്ങളുടെ രാത്രിയാണ്. ദൈവം നമുക്കോരോരുത്തർക്കും വേണ്ടി ഒരു അനുഗ്രഹം ഒരുക്കി വച്ചിട്ടുണ്ട്. നമ്മെ അനുഗ്രഹിക്കുവാൻ ദൈവം ഈ രാത്രിയിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മേൽ അത്ഭുതങ്ങൾ ചൊരിയുന്ന ദിവസം. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രാർത്ഥനകളും നിയോഗങ്ങളും ഒക്കെയുണ്ട്. പ്രാർത്ഥനയോടെയാണ് നാം ദൈവസന്നിധിയിൽ ആയിരിക്കുന്നത്. ഈ രാത്രിയിൽ നമുക്ക് വേണ്ടി, നിനക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ദൈവം ഒരു അനുഗ്രഹം ഒരുക്കി വച്ചിട്ടുണ്ട്. നമ്മുടെ ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവമാണ്. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, യെശയ്യായുടെ പ്രവചനം 65-ാം അധ്യായം 24-ാം തിരുവചനം, വിളിക്കും മുൻപേ അവൻ ഉത്തരമരുളും, പ്രാർത്ഥിച്ചു തീരുന്നതിന് മുൻപേ ഞാൻ നിനക്ക് മറുപടി നൽകും. നമ്മുടെ ദൈവമായ കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. വിളിക്കുന്നതിന് മുൻപേ അത് കേൾക്കുന്ന ദൈവം, പ്രാർത്ഥിച്ചു തീരുന്നതിന് മുൻപേ അതിന് മറുപടി തരുന്ന ദൈവം. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഈ ദൈവത്തിലാണ് നാം ഓരോരുത്തരും വിശ്വസിക്കുന്നത്. ഈ ദൈവത്തെയാണ് ഈ രാത്രിയിൽ നാം ഒന്ന് ചേർന്ന് ആരാധിക്കുന്നത്. വിശ്വാസത്തോടെ വലതുകരം ഉയർത്തി ഒരു ഹാലലുയ പറഞ്ഞേ. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. പ്രിയ ദൈവജനമേ, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രതിസന്ധികളും കണ്ണുനീരിൻ്റെ അനുഭവങ്ങളും വേദനകളും ഒക്കെ ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ നീ ഒരു രോഗിയായിരിക്കാം. അനേക നാളുകളായി തളർന്ന അവസ്ഥയിലായിരിക്കാം, കിടക്കയിലായിരിക്കാം. വചനം ഇപ്രകാരം പറയുന്നു, യാക്കോബ് 5:15, വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും, കർത്താവ് അവനെ കരം പിടിച്ച് എഴുന്നേൽപ്പിക്കും. നിന്റെ ദൈവം, നീ വിശ്വസിക്കുന്ന ദൈവം, ആരാധിക്കുന്ന ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഈ രാത്രിയിൽ നിന്റെ കരം പിടിച്ച് നിന്നെ കിടക്കിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുവാൻ തക്കവിധം അത്രമാത്രം വലിയവനായ ദൈവത്തെയാണ് നാം ഓരോരുത്തരും ഈ രാത്രിയിൽ ആരാധിക്കുന്നത്. വിശ്വാസത്തോടെ കരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 31-ാം തിരുവചനം, ദൈവത്തെ ആരാധിക്കുകയും അവിടുത്തെ ഇഷ്ടം നിറവേറ്റുകയും ചെയ്യുന്നവന്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു. ദൈവത്തെ ആരാധിക്കുകയും അവിടുത്തെ ഇഷ്ടം നിറവേറ്റുകയും ചെയ്യുന്നവന്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു. ഈ രാത്രിയിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മേൽ അവന്റെ ശക്തി ഇറങ്ങും. നമ്മുടെ നിയോഗങ്ങളുടെ മേൽ അവന്റെ ആത്മാവ് വ്യാപരിക്കും. വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ ജീവിതങ്ങളെ ദൈവകരങ്ങളിലേക്ക് ചേർത്ത് വെക്കാം. ദൈവത്തെ ആരാധിക്കുന്നവരുടെ മേൽ, അവിടുത്തെ ഇഷ്ടം നിറവേറ്റുന്നവരുടെ മേൽ അവിടുത്തെ ശക്തി ഈ രാത്രിയിൽ ഒഴുക്കും. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു, യേശുവും ശിഷ്യന്മാരും നടന്നു നീങ്ങുമ്പോൾ വലിയ ഒരു ജനക്കൂട്ടം അവന്റെ ചുറ്റിനും കൂടി, അനേകായിരങ്ങൾ അവന്റെ ചുറ്റിനും കൂടി, അത്ഭുതങ്ങൾ സ്വീകരിക്കുവാൻ, രോഗസൗഖ്യങ്ങൾ നേടുവാൻ. ഈ തിക്കിനും തിരക്കിനുമിടയിൽ 12 വർഷത്തോളമായി രക്തസ്രാവം മൂലം കഷ്ടത അനുഭവിച്ച ഒരു സ്ത്രീ വന്ന് അവന്റെ വസ്ത്രത്തിൽ സ്പർശിച്ചു. ദൈവം അവളെ തിരിഞ്ഞു നോക്കി ഇപ്രകാരം പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവൾ സൗഖ്യമുള്ളവളായി മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൈവത്തിലാണ് പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും വിശ്വസിക്കുന്നത്. നമ്മുടെ ഇരുകരങ്ങളും നമുക്ക് സ്വർഗത്തിലേക്ക് ഉയർത്താം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവരുടെ മേൽ അത്ഭുതങ്ങൾ ചൊരിയുന്നവനാണ് നമ്മുടെ ദൈവം. മനമുയർത്തി, ഹൃദയമുയർത്തി, സ്വരമുയർത്തി ആ നല്ല ദൈവത്തെ വിളിച്ചാരാധിക്കുക. എന്റെ യേശുവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുക. ആരൊക്കെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുവോ, ആരൊക്കെ ഹൃദയമുയർത്തി പ്രാർത്ഥിക്കുന്നുവോ, ആരൊക്കെ മനമുയർത്തി പ്രാർത്ഥിക്കുന്നുവോ, അവരുടെ മേൽ നിനക്കായി കരുതിയ ദൈവം, നിന്നെ വിശ്വസിച്ച്
ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളെ ആരാധിക്കുന്നു. ദൈവമേ, നിന്റെ സാന്നിധ്യം നൽകണമേ, വിടുതൽ നൽകണമേ, ഞങ്ങളെ വിമോചിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനമുയർത്തി, സ്വരമുയർത്തി ആരാധിക്കുക. യേശുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. എന്റെ യേശുവേ, എന്റെ യേശുവേ, എന്നെ സുഖപ്പെടുത്തണമേ, എന്നെ ബലപ്പെടുത്തണമേ, എന്നെ അനുഗ്രഹിക്കണമേ, എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. യേശുവിനെ ആരാധിക്കാം, യേശുവിനെ ആരാധിക്കാം. ഗാനത്തോട് ചേർന്ന് നമുക്കൊന്ന് ചേർന്ന് അവിടുത്തെ ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് ഹല്ലേലൂയ, ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ, ഞാൻ പാടിടും യേശുവേ, യേശുവിനെ ആരാധിക്കും. ദൈവമേ, ഹല്ലേലൂയ, ഞാൻ വാഴ്ത്തിടും സർവശക്തനായ എന്റെ ദൈവത്തെ. സർവശക്തനായവനെ. കരങ്ങളടിച്ച്, ഇരു കരങ്ങളും അടിച്ച് താളത്തിൽ നമ്മെ അനുഗ്രഹിക്കുന്ന, നമ്മെ വിടുവിക്കുന്ന, നമ്മുടെ പാപങ്ങളും നമ്മുടെ ശാപങ്ങളും നമ്മുടെ കണ്ണുനീരും നമ്മുടെ രോഗവും എല്ലാം എടുത്തു നീക്കുന്ന ആ നല്ല ദൈവത്തെ കണ്ടുകൊണ്ട് വിശ്വാസത്തോടെ കരങ്ങളടിച്ച് പാടി നമുക്ക് ആരാധിക്കാം. എന്റെ ഭാരങ്ങൾ മാറിപ്പോയി, എന്റെ ശാപങ്ങൾ സൗഖ്യമായ എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. സന്തോഷത്തോടെ പാടുന്നു. നീങ്ങിപ്പോയി എന്റെ ഭാരങ്ങൾ മാറിപ്പോയി, എന്റെ ശാപങ്ങൾ സൗഖ്യമായ എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ, ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ, ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ, ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ, ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. യേശുവിന്റെ നാമം, യേശുവിന്റെ നാമത്തിലാണ് വിടുതൽ, അവന്റെ നാമത്തിലാണ് ശക്തി, അവന്റെ നാമമാണ് നമ്മെ അനുഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, രാത്രിയിൽ യേശുവിന്റെ നാമം വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അത്ഭുതകരമായ വിടുതൽ, അത്ഭുതകരമായ സൗഖ്യം, അത്ഭുതകരമായ അഭിഷേകം ഈ രാത്രിയിൽ നമ്മുടെ ജീവിതങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമം വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അവനോട് ചേർന്ന് നമുക്ക് ആരാധിക്കാം. സ്വർഗവാസികളോട് ചേർന്ന് നമുക്ക് ആരാധിക്കാം. നമ്മുടെ ജീവിതങ്ങളെ കൊടുത്ത് മനമുയർത്തി, ഹൃദയമുയർത്തി വീണ്ടും പാടി ആരാധിക്കുന്നു. യേശുവിൻ നാമം വിടുതലാ, യേശുവിൻ നാമം രക്ഷയാ, യേശുവിൻ നാമം സൗഖ്യമാ, യേശു എന്നെ വീണ്ടെടുത്തു. യേശുവിൻ നാമം വിടുതലാ, യേശുവിൻ നാമം രക്ഷയാ, യേശുവിൻ നാമം സൗഖ്യമാ, യേശു എന്നെ വീണ്ടെടുത്തു. ഹല്ലേലൂയ, ഞാൻ പാടിടും യേശുവിനെ
നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി സ്വന്തം ജീവൻ ബലിയായി നൽകിയ ദൈവം, അവന്റെ രക്തത്തിലാണ് വിടുതൽ. അവന്റെ രക്തമാണ് നമ്മെ ശുദ്ധീകരിക്കുന്നത്. അവന്റെ രക്തമാണ് നമുക്ക് വിടുതൽ നൽകുന്നത്. അവന്റെ രക്തമാണ് നമ്മുടെ രക്ഷ. അതേ പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ തിരുരക്തം നമ്മുടെ ജീവിതങ്ങളുടെ മേൽ, നമ്മുടെ കുടുംബങ്ങളുടെ മേൽ, നമ്മളുടെ നിയോഗങ്ങളുടെ മേൽ ഈ രാത്രിയിൽ വ്യാപരിക്കട്ടെ. യേശുവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അവനോട് ചേർന്ന് നമുക്ക് ആരാധിക്കാം. യേശുവിന്റെ രക്തം ശുദ്ധിക്കാൻ, യേശുവിന്റെ രക്തം കഴുകലാൻ, യേശുവിന്റെ രക്തം സൗഖ്യമാൻ, യേശുവെന്നെ വീണ്ടെടുത്തു. യേശുവിന്റെ രക്തം ശുദ്ധിക്കാൻ, യേശുവിന്റെ രക്തം കഴുകലാൻ, യേശുവിന്റെ രക്തം സൗഖ്യമാൻ, യേശുവെന്നെ വീണ്ടെടുത്തു. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി യേശുവിനെ വിളിച്ച് ആരാധിക്കുക. എന്റെ നിയോഗങ്ങളുടെ മേൽ, പ്രാർത്ഥനകളുടെ മേൽ, കുടുംബത്തിന്റെ മേൽ, കണ്ണുനീരിന്റെ മേൽ ദൈവമിതാ അനുഗ്രഹങ്ങൾ വർഷിക്കുന്നു. അവിടുത്തെ സാന്നിധ്യം വ്യാപരിക്കുന്നു. യേശുവിനെ വിളിച്ച് ആരാധിക്കുക വിശ്വാസത്തോടെ.